പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ആരോപണ വിധേയയായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരും. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് തള്ളി. മാസപ്പടി കേസിൽ പഴുതടച്ച അന്വേഷണത്തിന് ED ഡയറക്ടർ രാഹുൽ നവീൻ നിർദ്ദേശം നൽകി. തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് EDയുടെ തീരുമാനം. ലാൽ കൃഷ്ണ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ലാൽ, പ്രധാനപ്പെട്ട 2 ഇടപെടലുകൾ നടപടി ഇന്നുണ്ടായിരുന്നു. ഒന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായതാണ്. രണ്ടാമത്തേത് EDയുടെ തലവൻ തന്നെ നേരിട്ട് കൊച്ചി സോണൽ ഓഫീസിലെത്തി വലിയ കൂടിക്കാഴ്ചകൾ, ചർച്ചകളൊക്കെ നടത്തുന്നു. അതിന് പിന്നാലെ അന്വേഷണം കാര്യക്ഷമമായി അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിക്കുന്നു, അല്ലേ? അതെ, കഴിഞ്ഞ ദിവസം ഉണ്ടായ EDയുടെ 12 ഇടങ്ങളിലെ പരിശോധനയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം നഗരത്തിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിന്റെ വിലയിരുത്തലടക്കം, കേസിന്റെ തുടർ നീക്കങ്ങൾ അടക്കം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് EDയുടെ ഡയറക്ടർ കൂടിയായ രാഹുൽ നവീൻ നേരിട്ട് കൊച്ചിയിലെത്തി ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയത്. അതേ ദിവസം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ നിർണായക വിധി വന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടായ പശ്ചാത്തലത്തിൽ കേസിനെ കൃത്യമായ രീതിയിൽ കർക്കശമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന നിലപാടിലേക്കാണ് ED പോകുന്നത്. ഉദ്യോഗസ്ഥർക്ക് നൽകിയ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് കേസിൽ വിളിച്ചു വരുത്തേണ്ടവർക്ക് കൃത്യമായി വിളിച്ചു വരുത്തുക, സമൻസ് അയക്കേണ്ടവർക്ക് സമൻസ് അയക്കുക, അന്വേഷണം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നിർദ്ദേശങ്ങളാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിലുള്ള EDയുടെ നീക്കങ്ങൾ പോവുക. വീണ തൈക്കണ്ടി അടക്കമുള്ള ആളുകളെ നേരിട്ട് കൊച്ചി സോണൽ ഓഫീസിൽ വിളിച്ചു വരുത്തി കൃത്യമായ ചോദ്യം ചെയ്യലടക്കം, മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും ED ഇനി മടിക്കുകയില്ല. കാരണം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് കൂടി വന്ന പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ കേസുമായി പോകുന്നതിന് സാവകാശം ചോദിച്ചെങ്കിലും അതുപോലും നിരാകരിക്കപ്പെട്ട സാഹചര്യത്തിൽ കേസിൽ കർക്കശമായ നിലപാട് തന്നെയായിരിക്കും EDയുടെ ഭാഗത്തുണ്ടാവുക. ഇതോടൊപ്പം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന കാര്യം തന്നെയാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. ആ കേസിലടക്കം കൃത്യമായി മൊഴി നൽകിക്കൊണ്ട് ആ കുറ്റക്കാരായവരെ കൃത്യമായി കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നിലപാടുണ്ടാകണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഒരു കൂടി കീഴിൽ കൊണ്ടുപോവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഉദ്യോഗസ്ഥരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് കൂടി വേണ്ടിയാണ് ED ഡയറക്ടർ എത്തിയത്. വരും ദിവസങ്ങളിൽ EDയുടെ നീക്കങ്ങൾ നിർണായകമാകും എന്നൊരു സൂചന കൂടിയാണ് ഇന്നത്തെ വിധിയുടെ പശ്ചാത്തലത്തിലും മീറ്റിംഗിന്റെ പശ്ചാത്തലത്തിലും പുറത്തുവരുന്ന വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.